Hey everyone. നമ്മൾ ഇന്ന് ഗേറ്റ് 2026ന്റെ മോസ്റ്റ് സ്കോറിംഗ് ടോപ്പിക്സിനെ പറ്റിയിട്ട് പറയാനാണ് വന്നിരിക്കുന്നത്. ഗേറ്റ് എക്സാമിന് ഇനി ഏകദേശം 4 months ആണ് നമ്മുടെ കയ്യിലുള്ളത്. സോ പല കുട്ടികളും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ചിലർ ആപ്ലിക്കേഷൻ ഫോം ഇപ്പൊ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ടൈമായിരിക്കും. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല, പഠനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ പല ക്രൈറ്റീരിയാസിലുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. അതായത് ഒട്ടും പഠിക്കാത്ത ആളുകൾ ഉണ്ടായിരിക്കുന്നുണ്ടാവും, അതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത ആളുകൾ ഉണ്ടായിരിക്കും. എല്ലാവരും ഉണ്ടായിരിക്കും ഈ കൂട്ടത്തിൽ, അല്ലെ? ചിലർ ഗേറ്റ് എക്സാം എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയാത്തവരുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾക്ക് ഒരുപാട് മെസ്സേജുകൾ വരാറുള്ള ഒരു കാര്യമാണ് എങ്ങനെ പഠിക്കേണ്ടത്, അതിന്റെ ഒരു സ്റ്റഡി പ്ലാൻ തരൂ, അല്ലെങ്കിൽ ചോദിക്കാറുണ്ട് ഏത് ടോപ്പിക്കാ കൂടുതൽ പഠിച്ചാൽ മാർക്ക് കിട്ടുക എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. സോ ആദ്യം നമുക്കൊന്ന് നോക്കാം ഗേറ്റ് 2026 ഫിസിക്സിന് മോസ്റ്റ് സ്കോറിംഗ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഏതാന്നുള്ളത്. അപ്പൊ ഓരോ സബ്ജക്ട് വൈസ് ആയിട്ട് ഓരോന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആണ്. മാത്തമാറ്റിക്സ് ഫിസിക്സിൽ സിലബസ് പ്രകാരം അത്യാവശ്യം വൈഡ് ആയിട്ടൊരു സിലബസ് ആണ്. പക്ഷെ അതില് 10 മുതൽ 12 മാർക്ക് വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്ന രീതിയിൽ വരുന്ന ടോപ്പിക്സ് ആണ്. ഒന്ന് വെക്ടർ കാൽക്കുലസ്, കോംപ്ലക്സ് അനാലിസിസ്, ഫോറിയർ ആൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം, പ്രോബബിലിറ്റീസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ലീനിയർ ഓൾജിബ്ര, മെട്രിക്സ്, ഐഗൻ വാല്യൂ, ഐഗൻ വെക്ടർ. എന്താ പറയാൻ കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഇപ്പൊ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യൽ ഫംഗ്ഷൻസ് ഉണ്ട്. പ്രോബബിലിറ്റിയിൽ തന്നെ ഒന്നും കൂടി ഹയർ ലെവലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പക്ഷെ മോസ്റ്റ് പ്രോബബിൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും 10 മുതൽ 12 മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാം. അതായത് നമ്മളൊരു സേഫ് സോണിൽ നമുക്കൊരു കട്ട് ഓഫിന്റെ അടുത്തെത്താം. കട്ട് ഓഫിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് ഇതൊക്കെ. അപ്പോൾ വെക്ടറും കോംപ്ലക്സും മെട്രിക്സും മാത്രം കയ്യിലുണ്ടായാൽ പോലും നമുക്കൊരു 5 മാർക്ക് 6 മാർക്ക് സെക്യൂർ ആവാൻ പറ്റും. അതായത് നെഗറ്റീവ് ഇല്ലാതെ. കാരണം ഈ ഐഗൺ വാല്യൂ, ഐഗൺ വെക്ടറിനൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. അതുപോലെ വെക്ടർ കാൽക്കുലസിനും അതെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. അതായത് കുറച്ച് മാത്രം ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എന്നാൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് വരാറുള്ളത്. അതുകൊണ്ടാണ് അത് പഠിച്ചെടുക്കാൻ സമയമില്ലെങ്കിൽ ഈ ടോപ്പിക്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അതായത് ഫോറിയർ സീരീസ്, ലാപ്ലേസ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഇക്വേഷൻസ് ഉണ്ടായാൽ മതി. അതായത് ബേസിക് ഇക്വേഷൻസ് വെച്ചിട്ട് തന്നെ പ്രോബ്ലംസ് വരും. ലാപ്ലേസ് എന്നൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കാണാറുള്ളത്. സോ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ ടോപ്പിക്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 മുതൽ 12 മാർക്ക് വരെ സെക്യൂർ ആവാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് സബ്ജക്ട് എന്ന് പറയുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ്. ക്ലാസിക്കൽ മെക്കാനിക്സ് 8 മുതൽ 10 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ വൈഡ് സബ്ജക്ട് ആയാലും അതൊന്ന് സെലക്റ്റീവ് ആയിട്ട് ലഗ്രാഞ്ചിനും ഹാമിൽട്ടോണിയനും, സെൻട്രൽ ഫോഴ്സ്, സ്മോൾ ഓസിലേഷൻ, നോർമൽ മോഡ്സ്, റിജിഡ് ബോഡി ഡൈനാമിക്സ്, ഇതിനാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അതായത് സ്മോൾ ഓസിലേഷൻസ് എന്തായാലും നമുക്കൊരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഷുവർ ആണ്, എല്ലാ കൊല്ലവും വരാറുണ്ട്. അതുപോലെ സെൻട്രൽ ഫോഴ്സിന്റെ പ്രോബ്ലം മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്, ലഗ്രാഞ്ചിനും ഹാമിൽട്ടോണിയനും. ബാക്കി ഭാഗങ്ങളുണ്ട്, ഇപ്പോൾ ഗ്രാവിറ്റേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ സെൻട്രൽ ഫോഴ്സിൽ തന്നെ ഒരുപാട് അഡ്വാൻസ്ഡ് സ്റ്റേജസ് ഉണ്ട്. അതുപോലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഉണ്ട്, നമുക്ക് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാണ്ട്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ഉണ്ട്, ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഉണ്ട്, ഒരുപാട് ഭാഗങ്ങളുണ്ട്, സ്കാറ്ററിംഗ് ഉണ്ട്. പക്ഷെ അതിലേക്കൊന്നും ഇറങ്ങാതെ ക്ലാസിക്കലിന്റെ ഭാഗം കുറച്ചും കൂടി അത്യാവശ്യം പഠിക്കണം എന്നുണ്ട്, എന്നാൽ ടൈം ഇല്ലെങ്കിൽ ഈ ഭാഗങ്ങൾ സെക്യൂർ ആക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് 8 മുതൽ 10 മാർക്ക് വരെ സേവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തത് ഇലക്ട്രോ ഡൈനാമിക്സ്. എല്ലാവർക്കും ടഫ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് ഇലക്ട്രോ ഡൈനാമിക്സ്. ഇലക്ട്രോ ഡൈനാമിക്സിൽ ഒരു പ്രത്യേകത ഉണ്ട്. 3 സബ്ജക്റ്റുകളുടെ ഒരു മിക്സിംഗ് ആണ് ഇലക്ട്രോ ഡൈനാമിക്സ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ്, മാഗ്നറ്റോസ്റ്റാറ്റിക്സ്, EM വേവ്സ്. സോ ഇതിൽ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഫേവർ ആയിട്ടുള്ളത്? ഇപ്പൊ ചില കുട്ടികൾക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആയിരിക്കും ഒന്നും കൂടി ഫ്ലെക്സിബിൾ ആയുള്ളത്, ചില ആളുകൾക്ക് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ആയിരിക്കും, ചിലർക്ക് EM വേവ്സ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സബ്ജക്ട് തിരഞ്ഞെടുക്കാം. അതർവൈസ് ഇനി അങ്ങനെയൊന്നും ഇല്ല, ഇലക്ട്രോ ഡൈനാമിക്സിലെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി വെച്ചാൽ 10 മുതൽ 12 മാർക്ക് വരെ നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് മാക്സ്വെൽ ഇക്വേഷൻ ഇൻ ഫ്രീ സ്പേസ് ആൻഡ് മീഡിയ. ഉറപ്പായിട്ടും 2 ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. വേവ് വെക്ടർ കണ്ടുപിടിക്കാൻ, ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ, അതുപോലെ തന്നെ കണ്ടക്ടിങ് ഇൻ EM വേവ്സ്, ഇതൊക്കെ ചോദിക്കാറുള്ളതാ. അതുപോലെ വേവ് ഗൈഡ്സ്, EM വേവ്സ്, റേഡിയേഷന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതാണ്. സ്കിൻ ഡെപ്ത് കണ്ടുപിടിക്കാനും, അതേപോലെ തന്നെ ഇന്റൻസിറ്റി കണ്ടുപിടിക്കാനും, ആവറേജ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ പോയിന്റിംഗ് വെക്ടർ, ഇതൊക്കെ വരുന്നുണ്ട് ആ ഭാഗത്ത്. അതുപോലെ സ്പെഷ്യൽ തിയറി, അതായത് സ്പെഷ്യൽ റിലേറ്റിവിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. അതാണ് സ്പെഷ്യൽ തിയറി എന്ന് ഞാൻ എടുത്ത് പറഞ്ഞത്. ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ, EMലെ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അതായത് ഇലക്ട്രോ ഡൈനാമിക്സ്, സ്പെഷ്യൽ തിയറി ഓഫ് ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് തന്നെ പറയാം. ആ ഭാഗത്തുനിന്ന് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ ഇത്രയും ഭാഗം ഒന്ന് സെക്യൂർ ആക്കി വെക്കുകയാണെങ്കിൽ, അതർവൈസ് ഗോസസിലോ കുളോംസിലോ ഇലക്ട്രിക് ഫീൽഡ്, ആംബിയർ സർക്യൂട്ടിലോ പഠിക്കേണ്ടെന്നല്ല, ടൈം
അതൊക്കെ അത്യാവശ്യം കയ്യിലുണ്ട്, അധികം ടൈം ഇൻവെസ്റ്റ് ചെയ്യണ്ട എന്നുള്ളത് ഉണ്ടെങ്കിൽ, അല്ല ഗേറ്റിന് വേണ്ടി ജസ്റ്റ് ഇപ്പൊ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ വെച്ചാൽ നമുക്കൊരു നല്ലൊരു കട്ട് ഓഫിലേക്ക് എത്തുക, ഒരു 1000 മുതൽ ഉള്ള റാങ്കിന്റെ ഉള്ളിലേക്ക് നമുക്ക് കയറുക, അങ്ങനെയൊക്കെ ഉദ്ദേശമായിട്ട് ഇരിക്കുമ്പോൾ മോസ്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. അതായത് റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഭാഗമാണ്. മറ്റ് സബ്ജക്റ്റുകൾ പഠിക്കേണ്ടെന്നല്ല, അത് നല്ല രീതിയിൽ, അല്ലെങ്കിൽ മറ്റു ടോപ്പിക്സ് പഠിക്കേണ്ടെന്നല്ല പറയുന്നത്, ഈ എന്തായാലും പഠിച്ചിരിക്കണം. മറ്റേത് ഒരു സെക്കൻഡ് ചാൻസ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചു തുടങ്ങിയാൽ മതി. അതായത് നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു ബോണസ് പോയിന്റ് ആയിട്ട് നിങ്ങൾ എടുത്താൽ മതി. ഇതെങ്ങാനും അറിയാത്തത് ഉണ്ടെങ്കിൽ ഇത് എടുത്ത് പഠിച്ച് ഇതിന്റെ PYQs ചെയ്ത് പഠിക്കലായിരിക്കും ഉപകാരം ചെയ്യും, സ്കോറിങ് കൂടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അടുത്തത് ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സിൽ എന്താ വെച്ചാൽ 12 മാർക്ക് വരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് 10 മുതൽ 12 മാർക്ക് വരെയാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പ്രതീക്ഷിക്കേണ്ടത്. അതിൽ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ് അപ്രോക്സിമേഷൻ മെത്തേഡ്സ്, പെർട്രിബേഷൻ തിയറി, വേരിയേഷൻ മെത്തേഡ്സും. അത് നല്ല രീതിയിൽ നോക്കണം, അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ ആംഗുലർ മൊമെന്റം, സ്പിന്ന്, ഷോഡിഞ്ചർ ഇക്വേഷൻ, ഓപ്പറേറ്റർ, ഓൾജിബ്ര, കമ്മ്യൂട്ടേറ്റർ. ഞാൻ താഴേന്നാ പറഞ്ഞത്, കാരണം എന്താ വെച്ചാൽ ആദ്യം പഠിക്കേണ്ടത് ഈ പെർട്രിബേഷനും വേരിയേഷനും മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അതായത് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗങ്ങളാണിത്, ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. സോ ക്വാണ്ടം മെക്കാനിക്സിൽ പഠിക്കാതിരിക്കുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്ന ഒരു ഭാഗമാണ് ഈ വേരിയേഷൻ മെത്തേഡ്സും, അതുപോലെ തന്നെ ഓപ്പറേറ്റർ, ഓൾജിബ്ര. കമ്മ്യൂട്ടേറ്റർ ഒക്കെ എളുപ്പമാണെങ്കിലും ഒരു ട്വിസ്റ്റഡ് ചോദ്യങ്ങളൊക്കെ വരും. സോ നമ്മൾ ആ റൂളുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക്, ഇല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സിനെ പറ്റി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യുക. ഈ 4 ടോപ്പിക്സിന് വേണ്ടിയിട്ട്, ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ഈ 4 ടോപ്പിക്കിന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 മുതൽ 12 മാർക്ക് വരെ എന്തായാലും സെക്യൂർ ആയിട്ട് വാങ്ങാൻ പറ്റും കേട്ടോ. അതായത് ഒരു 10 കൊല്ലത്തെ പേപ്പർ അനാലിസിസ് ചെയ്യുമ്പോൾ ഈ ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ്. അതായത് 10 കൊല്ലത്തെ എന്നല്ല, ഈ റീസെന്റ് ഒരു 4 ഇയേഴ്സിന്റെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. ഇതുപോലെ സ്കാറ്ററിംഗിന്റെ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ കൊല്ലം 2024-23 കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. ബട്ട് അത് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അതിന് പകരം ഈ പെർട്രിബേഷനും വേരിയേഷനും മസ്റ്റ് ആയിട്ട് വരും. അതുപോലെ 1D ബോക്സ്, അതുപോലെ തന്നെ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ, അതായത് ഹാർമോണിക് ഓസിലേറ്റർ ഐസോട്രോപ്പിക്കും അനൈസോട്രോപ്പിക്കും, അതുപോലെ തന്നെ ബാരിയർ പൊട്ടൻഷ്യലിന്റെ പ്രോബ്ലംസ്, ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്തത് തെർമോഡൈനാമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. 8 മുതൽ 10 മാർക്ക് വരെയാണ് നമ്മൾ അത് സെക്യൂർ ആവാറുള്ളത്. അതിൽ 2 ടോപ്പിക്സ് ആണല്ലോ, ഒന്ന് തെർമോഡൈനാമിക്സും ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സും. തെർമോഡൈനാമിക്സ് കൂടുതൽ വരെ ലോസ് ഓഫ് തെർമോഡൈനാമിക്സും തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസും, ബ്രാക്കറ്റിൽ വേണമെങ്കിൽ മാക്സ്വെൽ ഇക്വേഷൻസും കൂടി എഴുതിക്കോളൂ. കാരണം മാക്സ്വെൽ ഇക്വേഷൻസ് അത്യാവശ്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡയറക്റ്റ് മാക്സ്വെൽ ഇക്വേഷൻസ് വരില്ല, പക്ഷെ മാക്സ്വെൽ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് വരാറുണ്ട്. ബട്ട് ലോസ് ഓഫ് തെർമോഡൈനാമിക്സും തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസ് ആണ് കൂടുതലും വരുന്നത്. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലേക്ക് വരുമ്പോൾ പാർട്ടീഷൻ ഫംഗ്ഷൻ, ബോസ്-ഐൻസ്റ്റീൻ, ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ്, അതിലാണ് ഐസിംഗ് മോഡൽ വരുന്നത്. ഐസിംഗ് മോഡലും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ്. പാർട്ടീഷൻ ഫംഗ്ഷനിൽ കൂടുതലും വരുന്നത് ഐസിംഗ് മോഡലാണ് ചോദിക്കാറുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ ഭാഗത്തുനിന്നും വരും ബോസും, അത് ഫെർമി ഡിറാക്കിന്റെയും മൈക്രോസ്റ്റേറ്റ് കണ്ടുപിടിച്ചിട്ട് പാർട്ടീഷൻ ഫംഗ്ഷൻ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് ബോഡിയും ഐഡിയൽ ഗ്യാസും വെരി വെരി ഇമ്പോർട്ടന്റ്. കാരണം നമ്മൾ വിചാരിക്കും ക്വാണ്ടം മെക്കാനിക്സിലാണ് നമ്മൾ അത് കൂടുതലും പഠിക്കാറുള്ളത്, ബട്ട് ഇവിടെയാണ് അത് കൂടുതലും ചോദിക്കുക. തെർമോഡൈനാമിക്സിന്റെ അപ്ലിക്കേഷൻ ആയിട്ടാണ് ബ്ലാക്ക് ബോഡിയും ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻസും കൂടുതലും വരാറുള്ളത് കേട്ടോ. അതായത് വാണ്ടർവാൾസ് ഇക്വേഷന്റെ ഭാഗത്തുനിന്ന്, അതുപോലെ കൈനറ്റിക് തിയറിയുടെ ഭാഗത്തുനിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ടാണ് ഐഡിയൽ ഗ്യാസസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ബ്ലാക്ക് ബോഡി മസ്റ്റ് ആയിട്ട് നോക്കുക, ഐഡിയൽ ഗ്യാസസും നോക്കുക. ദെൻ 6th സബ്ജക്റ്റ് ആണ് ഇലക്ട്രോണിക്സ് ആൻഡ് ആറ്റോമിക് ഫിസിക്സ്. ഇലക്ട്രോണിക്സ് ആൻഡ് ആറ്റോമിക് ഫിസിക്സ് എന്ന് ഒന്നിച്ചിടാൻ കാരണം എന്താ വെച്ചാൽ ഇതിന് രണ്ടിനും കൂടിയിട്ട് 8 മുതൽ 10 മാർക്ക്, അതായത് 2 സബ്ജക്റ്റും കൂടിയിട്ട് നോക്കുമ്പോൾ ഒരു സബ്ജക്റ്റിന് 4 മുതൽ 5 മാർക്ക് വരെ വരാം. അത് ഫ്ലക്ച്വേഷൻ ആയിട്ടാണ് നടക്കുന്നത്. അതായത് ആറ്റോമിക് ഫിസിക്സിന് മാത്രം 10 മാർക്കിന്, അങ്ങനെയല്ല, ഈ 2 പേപ്പേഴ്സിന്റെയും കൂടി ഒരു കോമ്പിനേഷൻ ആണ് കാണിക്കുക. സോ ആദ്യം ഡയോഡ്സും ട്രാൻസിസ്റ്ററും ഒപ്പാമും. ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ല. കാരണം 2 സബ്ജക്റ്റുകളുടെ ഒരു കോമ്പിനേഷൻ, അതായത് അനലോഗ് ഇലക്ട്രോണിക്സും ഉണ്ട്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സും ഉണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് ഡിജിറ്റൽ ആയിരിക്കും കൂടുതൽ ഒരു താല്പര്യം, ചില ആളുകൾക്ക് അനലോഗ് ആയിരിക്കും. അപ്പൊ ഇലക്ട്രോണിക്സ് അത്ര ഈസി ആണോ ചോദിച്ചാൽ ഈസി അല്ല. അത്യാവശ്യം ഈ ഫോർമുലാസും കോൺസെപ്റ്റും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലത്തിലേക്ക് എത്താൻ പറ്റും. അതായത് ഒരു സർക്യൂട്ട് സോൾവ് ചെയ്യാനൊക്കെ പറ്റിയ. അപ്പൊ ചില ആളുകൾക്ക് മൊത്തത്തിൽ ഇലക്ട്രോണിക്സ് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരോടാണ് ഞാൻ പറയുന്നത്, ഒന്ന് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് നോക്കുക. അനലോഗില് മസ്റ്റ് ആയിട്ടും ഡയോഡും ട്രാൻസിസ്റ്ററും ഒപ്പാമും മസ്റ്റ് ആയിട്ട് നോക്കുക. അതായത് അടുത്ത ഭാഗങ്ങൾ ഇപ്പോ BJT, ഫെറ്റ്, JFET, മോസ്ഫെറ്റ്, അല്ലെങ്കിൽ ആ ഭാഗങ്ങളിലേക്ക് ഒന്നും പോവാതെ, അല്ലെങ്കിൽ കപ്പിൾഡ് ഓസിലേറ്റേഴ്സ്, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് പോവാതെ ഈ ചെറിയ ബേസിക് ആയിട്ടുള്ള ഡയോഡ്സിനെ പറ്റിയിട്ടും ട്രാൻസിസ്റ്ററെ പറ്റിയിട്ടും ഒപ്പാമിനെ പറ്റിയിട്ടും അതുപോലെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു 4 മാർക്കൊക്കെ സെക്യൂർ ആക്കാൻ പറ്റും കേട്ടോ.
അതുപോലെ തന്നെ ഇപ്പൊ ആറ്റോമിക് ഫിസിക്സിലേക്ക് വരുമ്പോൾ കുറെ പരിധി പഠിക്കേണ്ട. ആറ്റോമിക് ഫിസിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്, അതുപോലെ തന്നെ മോളിക്കുലർ ഫിസിക്സ് പറഞ്ഞ മറ്റൊരു ഭാഗമുണ്ട്. ആറ്റോമിക് ഫിസിക്സിൽ ആറ്റോമിക് സ്പെക്ട്ര, അതായത് നമ്മുടെ ഹൈഡ്രജൻ സ്പെക്ട്ര, അതുപോലെ ബോർ ആറ്റം മോഡലൊക്കെ നല്ല രീതിയിൽ പഠിക്കുക. ഫൈൻ സ്ട്രക്ചർ, ഏറ്റവും ഗ്രൗണ്ട് സ്റ്റേറ്റ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ലേ, അതായത് ഒരു ആറ്റത്തിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും ന്യൂക്ലിയർ സ്പിന്ന് കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ ഫൈൻ സ്ട്രക്ചേഴ്സിനെ യൂസ് ചെയ്യും. സീമാൻ ഇഫക്റ്റ് ഒക്കെ വരുന്ന ഭാഗങ്ങൾ അത് പഠിക്കുക. പിന്നെ ലേസർ പഠിക്കുക. പിന്നെ സെമി കണ്ടക്ടർ ഡിവൈസസ്, ബേസിക് ആയിട്ട് എല്ലാ സെമി കണ്ടക്ടർ ഡിവൈസിനെയും പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. എന്താ സെമി കണ്ടക്ടർ, എന്താ കണ്ടക്ഷൻ ബാൻഡ്, വാലൻസ് ബാൻഡ്, ഫെർമി എനർജി, അതായത് അത് വെച്ചിട്ടും അതിന്റെ കുറച്ച് എക്യുപ്മെന്റ്സ് പല ഇപ്പൊ എസ്ഒപിയിൽ എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ബാർബർ ആൻഡ് പുരിയിലോ വഹാബിലോ ഒക്കെ എന്താ വെച്ചാൽ കുറെ ഇലക്ട്രോണിക് ഡിവൈസുകളെ പറ്റിയിട്ട് പറയുന്നുണ്ട്, സെമി കണ്ടക്ടർ ഡിവൈസുകൾ. അതിന്റെ പ്രിൻസിപ്പിൾസ് ഒന്ന് അറിഞ്ഞിരിക്കാം, എന്താണ് അതിന്റെ വർക്കിംഗ് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു എയിം എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ ചില ക്വസ്റ്റ്യൻസ് അങ്ങനെയും വരാറുണ്ട്, ഒരു എക്സ്പെരിമെന്റൽ ടെക്നിക്സ് എന്നുള്ള രീതിയിൽ വരാറുണ്ട്. ഓക്കെ, അടുത്തത് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ എല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്, എല്ലാം പഠിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ പ്ലസ് ടുവിനെ പഠിക്കുന്ന ഒരു കാര്യമാണ് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്. അതിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചറും അതുപോലെ തന്നെ ബേസിക് പ്രോപ്പർട്ടീസും എല്ലാവർക്കും അറിയാം, ഡിഫക്റ്റുകൾ. അതിൽ കൂടുതൽ പഠിക്കേണ്ട ഒരു കാര്യമാണ് റെസിപ്രോക്കലാറ്റിസും ഫ്രീ ഇലക്ട്രോൺ മോഡലും ബാൻഡ് തിയറിയും. മസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗം, അതായത് ഇഫക്റ്റീവ് മാസിന്റെ ഭാഗം, അതുപോലെ തന്നെ പെസിഫിക് ഹീറ്റ് അതായത് പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, അതിന്നൊരു ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇലക്ട്രോൺ ഫ്രീ മോഡലിനാണ് നമ്മുടെ ഡെൻസിറ്റിയുടെ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അതുപോലെ ബാൻഡ് തിയറിയിൽ നിന്നും അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ പഠിക്കേണ്ടതാണ് മാഗ്നറ്റിക് ആൻഡ് ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടീസ്, അതായത് മാഗ്നറ്റിസം പഠിക്കുക, സോളിഡ്സിലെ മാഗ്നറ്റിസം പഠിക്കുക. അതിന്റെ കൂട്ടത്തിൽ അതായത് പാരാ, ഡയാഫെറോ, അതിന്റെ ഗ്രാഫുകൾ, ആ കമ്പാരിസൺസ് അതൊക്കെ പഠിക്കുക. അതിന്റെ കൂട്ടത്തിൽ പഠിക്കേണ്ട ഒരാളാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി. സൂപ്പർ കണ്ടക്ടിവിറ്റി ലണ്ടൻ ഇക്വേഷൻസ്, ഫസ്റ്റ് ലണ്ടൻ ഇക്വേഷൻ, സെക്കൻഡ് ലണ്ടൻ ഇക്വേഷൻ ഒക്കെ ഒന്ന് ജസ്റ്റ് ഫോർമാറ്റിൽ പഠിച്ചു വരിക കേട്ടോ. ഇനി ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കുറച്ച് പോയിന്റുകൾ പഠിക്കുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഈ മാർക്കുകളൊക്കെ കൂട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇത്ര മാർക്കിന് എനിക്ക് സെക്യൂർ ആവാൻ പറ്റുമല്ലോ എന്ന്. അതായത് ഇത്രയും സബ്ജക്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾ ഈ മാർക്കിന്റെ ഉള്ളിൽ വരും. 8 മുതൽ 10 മാർക്ക് വരെ നിങ്ങൾക്ക് സെക്യൂർ ആയിട്ട് കിട്ടും. സോ നമ്മൾ ആ പഠിക്കുന്ന ഇക്വേഷൻസ് ബേസിക് ആക്കി പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് വരുന്ന സബ്ജക്റ്റ് ആണ് ഏത്, ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണ്. അതുപോലെ ഗേറ്റ് എക്സാമിന് കുറച്ചുകൂടി എല്ലാവർക്കും വർക്ക്ഔട്ട് ചെയ്ത് ആൻസേഴ്സിൽ എത്താനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് ന്യൂക്ലിയർ ഫിസിക്സ്. 6 മുതൽ 8 മാർക്ക് വരെയാണ് ന്യൂക്ലിയർ ഫിസിക്സ് എന്നും പാർട്ടിക്കിൾ ഫിസിക്സ് എന്നും പഠിക്കുന്നത്. ന്യൂക്ലിയർ ഫിസിക്സ് എല്ലാം പഠിക്കാൻ നോക്കുക. അതായത് ന്യൂക്ലിയർ മോഡൽ 3 മോഡലുകളും, ഷെൽ മോഡലും, ലിക്വിഡ് ഡ്രോപ്പ് മോഡലും, കളക്റ്റീവ് മോഡലും പഠിക്കാൻ നോക്കുക. അതുപോലെ റേഡിയോ ആക്ടിവിറ്റി, ആൽഫ, ബീറ്റ, ഗാമ മസ്റ്റ് ആയിട്ടും പഠിക്കണം, കാരണം ഗാമയുടെ ട്രാൻസിഷൻസ് എപ്പോഴും ചോദിക്കും. അതുപോലെ ബീറ്റ ട്രാൻസിഷനും ചോദിക്കാറുണ്ട്. അതുപോലെ ക്രോസ് സെക്ഷൻ, സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. ഇപ്പൊ റീസെന്റ് 3 കൊല്ലമായിട്ട് ക്രോസ് സെക്ഷൻസ് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എലിമെന്ററി പാർട്ടിക്കിൾസ്, അതായത് പാർട്ടിക്കിൾ ഫിസിക്സ്, അതായത് പാർട്ടിക്കിൾ ഫിസിക്സിൽ ഐസോസ്പിൻ കണ്ടുപിടിക്കാൻ, ചാർജ് കണ്ടുപിടിക്കാൻ ബാരിയോൺ ആണോ ലെപ്റ്റോൺ ആണോ എന്നൊക്കെ നമ്മൾ നോക്കുന്നില്ലേ, കൺസർവേഷൻ ലോസ്. അതിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. ഒരു ഇക്വേഷൻ തന്നിട്ട് ഈ ഇക്വേഷൻ കൺസർവ്ഡ് ആണോ, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ എന്താ സ്ട്രോങ് ഇന്ററാക്ഷൻ ആണോ വീക്ക് ഇന്ററാക്ഷൻ ആണോ എന്നൊക്കെ ചോദിക്കാറില്ലേ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ എന്താ വെച്ചാൽ പറക്കി പഠിക്കുമ്പോൾ എന്താ ഗുണം വെച്ചാൽ നമ്മൾ ആ സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ആയില്ലെങ്കിലും ഇങ്ങനെ കുറച്ച് ടോപ്പിക്സ് ആദ്യം ഒരു 2 മാസത്തിന്റെ ഉള്ളിൽ പഠിച്ചെടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു 2 months ക്രാഷ് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഈ 8 സബ്ജക്റ്റുകളുടെ ഇത്രയും ടോപ്പിക്സ് ഫുള്ള് കവർ ചെയ്ത് ഒരു ഷോർട്ട് നോട്ട് ആക്കുക. ഒരു ലെങ്തി നോട്ടും ഉണ്ടാവുക, ഷോർട്ട് നോട്ട് ആക്കി കഴിഞ്ഞാൽ എന്താ അറിയോ, നമുക്ക് അത്യാവശ്യം ഒരു 10, 50, 60 മാർക്ക് നമുക്ക് ഇതിന്ന് തന്നെ സെക്യൂർ ആവാൻ പറ്റും. വേണ്ട ഒരു 50 മാർക്ക് വരെയൊക്കെ നമുക്ക് എന്തായാലും കിട്ടും ഈ ഒരു ഭാഗത്തുനിന്ന്. ജനറൽ ക്വസ്റ്റ്യൻസ് കൂടാതെ ഫിസിക്സ് നിന്ന് മാത്രം നല്ല വൃത്തിക്ക് ഇത് പഠിക്കുകയാണെങ്കിൽ ഒരു 50, 52 മാർക്ക് നമുക്ക് ഇതിൽ തന്നെ വാങ്ങാൻ പറ്റും. അതായത് ഈ ടോപ്പിക്സ് മാത്രം, ഇത് മാത്രം വെച്ചിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. അതുകൊണ്ടാണ് സ്പെഷ്യൽ ആയിട്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ആസ്ക് ചെയ്യുന്ന കുറച്ച് ടോപ്പിക്സ് പറഞ്ഞു തന്നത്. ഇനിയിപ്പോൾ ആ സിലബസ് കണ്ടിട്ട് സിലബസ് പഠിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ അത്രയും വൈഡ് ആണല്ലോ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ്. ലാസ്റ്റ് എക്സാമിനോട് അടുക്കാറായി നമ്മൾ. സോ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്രയും സബ്ജക്ട്, ടോപ്പിക്സ്, അതായത് 8 സബ്ജക്റ്റിൽ ടോപ്പിക്സ് ഉള്ളു. കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 50 ടോപ്പിക്സ് ഉണ്ടാവും. ഈ 50 ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലൊരു റാങ്കിൽ പാസ്സായിട്ട് പോരാൻ പറ്റും. കട്ട് ഓഫിനേക്കാളും വെരി വെരി ഹൈ മാർക്ക് നമുക്ക് കിട്ടും കേട്ടോ. സോ നിങ്ങൾ എല്ലാവരും മാക്സിമം ഈ ടോപ്പിക്സ് കവർ ചെയ്യാൻ നോക്കുക. സിലബസ് കവർ ചെയ്യണേക്കാളും കൂടുതൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗേറ്റ് ക്രാക്ക് ചെയ്യാവുന്നതുള്ളൂ. ഓക്കെ.